അളി എന്ത് പറയാനാ എന്താ പരിപാടി? എന്റെ ഇന്റിമേറ്റ് കൂട്ടുകാരൻ, ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യണം. എന്റെ ഇന്റിമേറ്റ് കൂട്ടുകാരനെ അളി പ്രസന്റേഷൻ മേടിച്ചിട്ട് എന്തിനാ പറഞ്ഞോട്ടെ? പിന്നെ അവനെ പറഞ്ഞോട്ടെ, അത് എന്താ കുഴപ്പമായി അളിയാ? അളിയ ഞാൻ എത്ര നിർബന്ധിച്ചിട്ട് അവൻ ലീവ് എടുത്ത് നിന്ന് നൈറ്റായിരുന്നു അവന്. എന്തോടെ ഇത്? ഞാൻ ഒരു സഹായം ചെയ്ത് അളിയെ സമ്മതിക്കുന്നില്ല. ഉത്തരവാദിത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. പുള്ളി ഇവിടെ വന്ന് പുള്ളിയുടെ അടുത്ത് ആഹാരം കഴിക്കാൻ ചോദിച്ച് നിർബന്ധിച്ച് 2 കിൻഡൽ അരിയുടെ ചോറ് തിന്നുന്നവന് ഞാൻ ഒഴിവാക്കി അളിയെ കല്യാണത്തിന് ലാഭമല്ലോ അളി. അത് ഒന്ന് ഓർക്കളി, അവൻ ഇവിടെ തിന്നു കഴിഞ്ഞാൽ നാളത്തെ കല്യാണത്തിന് എന്തെങ്കിലും തിന്നാൻ ആർക്കും ഉണ്ടാകുമല്ലോ. ഞാൻ ഉത്തരവാദിത്തം കളി അളിയെ കുറ്റം പറയും. അളിയനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ആ ഷൈത്ത് വർത്താൻ ആളിയൻ പറയരുത്. ആ ഷൈത്ത് വർത്താൻ ആളിയൻ എടുത്ത് പറയുന്നത്. നിങ്ങൾ കേൾക്കണം, എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് ഈ അളിയൻ പറയുന്നത്. അളിയനൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് എന്റെ ആദ്യ ഭാര്യനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത്തെ ഭാര്യനെ കല്യാണം കഴിക്കുന്നത്. അതിനുള്ള എനിക്ക് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അളിയൻ. അതിന് ഉത്തരവാദിത്തം എന്നല്ല പറയുന്നത്, അതിന് തരിപ്പ് എന്നാ പറഞ്ഞത്. തരിപ്പ്, പെണ്ണുങ്ങളെ കാണുമ്പോൾ തരിപ്പ്. അളിയനത് മനസ്സിലാക്കിയല്ലേ? അത് മനസ്സിലാക്കും. വിഷമുണ്ടല്ലേ? വിഷമിക്കുന്നു നീ, കുറെ വിഷമിക്കും. അളിയൻ എന്റെ മുഖത്ത് നോക്കി പറയാ, എന്താ നോക്കാം. എനിക്ക് പറ്റിയൊരു അബദ്ധം, പെണ്ണെടുത്ത്